അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് സുനിത വില്യംസിന്റെയും ബുച്ച് വിൽമോറിന്റെയും മടക്കയാത്രാ ദൗത്യം ആരംഭിക്കുകയാണ്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ ഇപ്പോൾ നാസ ലഭ്യമാക്കുന്നുണ്ട്. പ്രജിൻ സി കണ്ണൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. പ്രജിൻ, നേരത്തെ നമ്മൾ പറഞ്ഞു വന്നത് അതാണ്. ഇപ്പോൾ ആ ദൗത്യത്തിന്റെ ദൃശ്യങ്ങൾ കൂടി നാസ ലഭ്യമാക്കുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ പ്രജിൻ? ഉന്മേഷ്, ഏറ്റവും പ്രധാനപ്പെട്ട ആ നിമിഷത്തിലേക്ക് എത്തുകയാണ്. കഴിഞ്ഞ 9 മാസക്കാലമായുള്ള ആ കാത്തിരിപ്പ് പൂർത്തിയാക്കി ഇപ്പോൾ സുനിത വില്യംസും ബുച്ച് വിൽമോറും ഭൂമിയിലേക്ക് മടങ്ങുകയാണ്. അവർക്കൊപ്പം മറ്റു 2 പേർ കൂടിയുണ്ട്. അതായത് നാസയുടെ ആസ്ട്രോണോട്ടായ നിക് ഹോക്ക്, ഒപ്പം റഷ്യയിൽ നിന്നുള്ള ബഹിരാകാശചാരി അലക്സാണ്ടർ ഉർബനോവ്. ഇങ്ങനെ ഇവർ 4 പേരാണ് ഭൂമിയിലേക്ക് മടങ്ങാൻ പോകുന്നത്. ഇപ്പോൾ അവിടെ സ്പെഷ്യൽ സ്യൂട്ടിന്റെ കാര്യം നേരത്തെ നമ്മൾ നൽകിയതാണ് വിവരം. ആ സൂട്ടൊക്കെ ധരിച്ച ശേഷം ഇപ്പോൾ ഈ ക്രൂ 9 പേടകത്തിനകത്തേക്ക് ഇവർ 4 പേരും കയറിയിട്ടുണ്ട്. ഏറ്റവും പുതിയ, അല്ലെങ്കിൽ അവിടെ നിന്നുള്ള ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ബാക്കിയുള്ള അവിടെ ഇപ്പോൾ ഈ ദൗത്യത്തിന്റെ ഭാഗമായി ഇപ്പോഴും ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ തുടരേണ്ടി വരുന്ന മറ്റ് യാത്രക്കാരോട്, മറ്റ് സഞ്ചാരികളോട്, ബഹിരാകാശ ശാസ്ത്രജ്ഞന്മാരോട് നന്ദി പറഞ്ഞില്ലെങ്കിൽ അവരോട് ബൈ പറഞ്ഞാണ് ഇവർ ഈ 4 പേരും ഈ ക്രൂ 9 പേടകത്തിനകത്തേക്ക് കയറുന്നത്. അല്പ സമയത്തിനകം തന്നെ ഇവരുടെ യാത്ര തുടങ്ങുകയും ചെയ്യും. കഴിഞ്ഞ കുറെ നാളുകളായുള്ള കാത്തിരിപ്പ് അവസാനിച്ചാണ് ഇപ്പോൾ സുനിത വില്യംസും ബുച്ച് വിൽമോറും ഭൂമിയിലേക്ക് മടങ്ങാൻ പോകുന്നത്. സ്റ്റാർലൈനർ പേടകത്തിലെ സഹകരണവുമായി ബന്ധപ്പെട്ടാണ് സുനിത വില്യംസിനും ബുച്ച് വിൽമോറിനും സെപ്റ്റംബർ മാസം തൊട്ട് അവിടെ തുടരേണ്ടിയും വന്നത്. പിന്നീട് എപ്പോൾ വേണമെങ്കിലും ഭൂമിയിലേക്ക് മടങ്ങാവുന്ന സാഹചര്യം ഉണ്ടെങ്കിലും നാസ ഇവർക്ക് നൽകിയ നിർദ്ദേശം ചില പരീക്ഷണങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്, അവിടെ ഒരു സ്റ്റാഫിന് ഷോർട്ടേജ് ഉണ്ട്, അതുകൊണ്ട് തന്നെ നിങ്ങൾ അവിടെ തുടരുക എന്ന നിർദ്ദേശം അനുസരിക്കുകയായിരുന്നു സുനിത വില്യംസും ബുച്ച് വിൽമോറും. ഇതുവരെ പല രീതിയിലുള്ള അഭ്യൂഹങ്ങൾ അതിനിടെ പുറത്തു വന്നു. സുനിത വില്യംസിന്റെയും ബുച്ച് വിൽമോറും ആശങ്കയിലാണ്, പ്രതിസന്ധിയിലാണെന്നൊക്കെയുള്ള വാർത്തകൾ വന്നിരുന്നു. അത് അഭ്യൂഹങ്ങൾ മാത്രമായിരുന്നു എന്ന് നാസ വിവരിക്കുകയും ചെയ്തിരുന്നു. അവർക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടാണ് ഇത്രയും നാൾ അവിടെ തുടർന്നത് എന്ന വിശദീകരണമാണ് ഇപ്പോൾ നാസ നൽകുന്നത്. അത് ശരിവെക്കുന്ന പ്രതികരണങ്ങൾ സുനിത വില്യംസിന്റെ ഭാഗത്തും ബുച്ച് വിൽമോറിന്റെ ഭാഗത്തും ഉണ്ടാവുകയും ചെയ്തു. അവിടെ നിന്ന് അവർ നൽകിയ തത്സമയ വിവരണങ്ങളും ഒക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഇവരുടെ മടക്കയാത്ര തുടങ്ങുന്നു. 4 പേരും ഈ ക്രൂ 9 പേടകത്തിനകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. ഇനി അല്പസമയത്തിനകം ആ യാത്ര ആരംഭിക്കും. ആ സമയത്ത് കൂടുതൽ വിവരങ്ങളും ദൃശ്യങ്ങളും ലഭ്യമാകും. ശരി, പ്രജിൻ സി കണ്ണനാണ് വിവരങ്ങൾ നൽകിയത്.